രാഷ്ട്രീയ വിമർശനത്തിന് മുന്നിൽ ഉടുമുണ്ട് പൊക്കിക്കാണിച്ചു പാരമ്പര്യമുള്ള ഒരുത്തനെയാണ് കോൺഗ്രസിന്റെ ചാനൽ ചർച്ചയ്ക്ക് ഇവർ വിടുന്നത്. ഇവിടെ വന്ന് CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഈ നാട്ടിലെ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവ് വരെയായി മാറിയ ജില്ലയിലെ തന്നെ CPIM-ന്റെ ഒരു തലമുതിർന്ന നേതാവിനെ എന്തൊക്കെ വ്യക്തിഹത്യയാണ് ഈ BRM ഷബീർ നടത്തിയത്. ഒരു കാര്യം, ഞങ്ങൾക്കിപ്പോ തിരുവനന്തപുരത്തു നിന്നും ആളിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം വർത്തമാനം പറയാനൊക്കെ അറിയാവുന്ന ആളുകൾ ഈ ഹരിപ്പാടും പരിസര പ്രദേശത്തും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നല്ല വൃത്തിയായി അതിന് മറുപടി പറയുകയും ചെയ്യും. BRM ഷബീറിനോട് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സഖാവ് M സത്യപാലൻ നങ്ങ്യാർകുളങ്ങര TKMM കോളേജിൽ SFIയുടെ നേതാവായിരിക്കുന്ന കാലത്ത് ഈ BRM ഷബീറിന്റെ മാതാപിതാക്കൾ വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നതാണ്. നിന്നെ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് നിന്റെ മാതാപിതാക്കൾ ആലോചിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ഈ കുമാരപുരത്തിന്റെ മണ്ണിൽ ചെങ്കൊടി പിടിച്ചവന്റെ പേരാണ് M സത്യപാലൻ. ഓർത്തു വെച്ചോണം. നിനക്ക് കുറിപ്പെഴുതി തരുന്ന ഇവിടുത്തെ ചില ഏറാം മൂടികളായ കോൺഗ്രസുകാർ ഉണ്ടാവാം. അവന്മാർക്ക് സഖാവ് M സത്യപാലനെ സംബന്ധിച്ച് അറിയില്ല. നീയും നിന്റെ ഈ പഞ്ചായത്തിലെ ചില ഏറാം മൂടികളും ചേർന്ന് ഇവിടെ വന്ന് 4 വർത്തമാനം പറഞ്ഞിട്ട് പോയാൽ അതിനൊന്നും മറുപടി പറയാൻ ശേഷിയില്ലാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നാണോ കരുതിയിരിക്കുന്നത്? ഈ പ്രവണത അവസാനിപ്പിച്ചോണം. അത് രമേശ് ചെന്നിത്തലയോടും പറയുക. പണ്ട് ഓർമ്മയുണ്ടല്ലോ, ഞാൻ DYFIയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് രമേശ് ചെന്നിത്തലയുടെ അനുചരനായ ഒരു നേതാവ് ഇവിടെ നിന്ന് ചൊറിഞ്ഞു നോക്കി. ഞങ്ങൾ കയറിയങ്ങ് മാന്തി. അതൊന്നും മറന്നു പോകണ്ട. അങ്ങനെ ഒരിക്കലും ഇവിടെ നിന്നിട്ട് വെല്ലുവിളിച്ചിട്ട് പോകാൻ ഞങ്ങള് അനുവദിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, അങ്ങ് ഈ രാജ്യത്തെ പരിണിത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ ബഹുമാനം രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങയുടെ സാന്നിധ്യത്തിൽ എങ്ങാണ്ട് കിടക്കുന്ന ഒരു വിവരക്കേടിനെ ഇവിടെ കൊണ്ടുവന്ന് സഖാവ് M സത്യപാലനെയും പിണറായി വിജയനെയും ആക്ഷേപിക്കാൻ വന്നാൽ കൈയും കെട്ടിയിരിക്കില്ല. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ചത്ത് കയറി കൊട്ടിൽ പണിയാൻ വന്നാൽ അത്തരം ആളുകളെ കൈകാര്യം ചെയ്യാനൊക്കെയുള്ള ശേഷി ഈ കുമാരപുരത്തെ ചെങ്കൊടി പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ഇവിടുത്തെ കോൺഗ്രസുകാരൻ ഓർത്തു വെച്ചോണം. ഇവിടെ ഇതിന് മറുപടി പറയാൻ വന്നാൽ നല്ല ഒന്നാം തരം മറുപടി ഇതിനേക്കാൾ ശക്തമായി ഇവിടെ അതേ മൈക്കിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പറയും. അതങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം, ഇവിടെ എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് നടത്തുന്നത്. ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് ഒരു ആദരവുമായി സമരസമിതിയുടെ നേതാക്കന്മാർ വന്നില്ലേ. ഞങ്ങള് വലിയ ആളുകളൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ ചില രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടത്തി എന്ന് ബോധ്യമുള്ളത് കൊണ്ടാവുമല്ലോ അവരിവിടെ വന്നത്. അവരെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും അവരവരാൽ കഴിയുന്ന ഇടപെടലുകൾ ഈ നാട്ടിൽ ഇവിടുത്തെ അണ്ടർപാസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട്. അങ്ങ് എവിടെയായിരുന്നു ഈ ദേശീയപാതയുടെ അതിന്റെ അലൈൻമെന്റ് തയ്യാറാക്കി